ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ യൂണിറ്റ് 3-ലെ ദ മൂൺ എന്ന് പറയുന്ന പോംത്തിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊത്തം നമുക്ക് 4 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ അതിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ പോം ഡിസ്കസ് ചെയ്തിട്ട് അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഇതിലെ ഗ്ലോസറി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ അബൌട്ട് ദ ഓതർ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ കൂട്ടുകാർക്ക് പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ വിശദീകരിച്ചെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാ കൂട്ടുകാരും പോയി കാണണേ. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സൗണ്ട്സ് മെയ്ഡ് ബൈ ആനിമൽസ്. ആനിമൽസ് ഉണ്ടാക്കിയ സൗണ്ട്സിനെ കുറിച്ച് നമ്മളോട് നോക്കാനാണ് പറയുന്നത്. ദ ചീപ്പിംഗ് ബേർഡ്സ്, ദ ട്രംറ്റിംഗ് എലിഫൻസ്. ദർ ആർ സിമിലർ വേർഡ്സ് ഇൻ ദ പോം that describe the sounds made by the animals. അപ്പോൾ ദ ചീപ്പിംഗ് ബേർഡ്സ്, ദ ട്രംറ്റിംഗ് എലിഫൻസ്, അതേപോലെ ചീപ്പിംഗ് ട്രംറ്റിംഗ് എന്ന് വരുന്ന സൗണ്ട് ഉണ്ടാക്കുന്ന അതുപോലെ സൗണ്ടുള്ള കുറച്ച് വേർഡ്സ്, ആനിമൽസ് ഉണ്ടാക്കുന്ന കുറച്ച് വേർഡ്സ് നമ്മളെ പോംത്തിലുണ്ട്. അത് നമ്മളോട് കണ്ടുപിടിച്ച് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിക്ക് ഔട്ട് ദോസ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ വേർഡ്സ് കണ്ടുപിടിച്ചിട്ട്. ഫസ്റ്റ് വൺ ആണ് സ്ക്വാളിംഗ്. സ്ക്വാളിംഗ് എന്ന് പറയുന്നത് ക്യാറ്റ് ഉണ്ടാക്കുന്നതാണ്. സ്ക്വാളിംഗ് ഫോർ ദ ക്യാറ്റ്. സ്ക്വീക്കിംഗ് എന്ന് പറയുന്ന സൗണ്ട് ആരുണ്ടാക്കുന്നതാണ്? നമുക്കറിയാം അല്ലേ, മൗസ് ഉണ്ടാക്കുന്നതാണ്. ഫോർ ദ മൗസ്. ഹൗലിംഗ് എന്ന് പറയുന്ന സൗണ്ട് ആരുണ്ടാക്കുന്നതാണ്? ഫോർ ദ ഡോഗ്. അപ്പോൾ ആൻസർ സ്ക്വാലിംഗ് ഫോർ ദ ക്യാറ്റ്, സ്ക്വീക്കിംഗ് ഫോർ ദ മൗസ് ആൻഡ് ഹൗലിംഗ് ഫോർ ദ ഡോഗ്. അടുത്തത് നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. അടുത്തത് ആക്ടിവിറ്റി 2, മാച്ച് ദ ഫ്രേസസ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ആൻഡ് മേക്ക് കംപ്ലീറ്റ് സെൻറ്റൻസസ്. അപ്പോൾ നമ്മൾക്ക് ഒരു മാച്ച് ദ ഫോളോവിങ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ കോളം എയിൽ കുറച്ച് ഫ്രേസസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ കോളം ബിയിലും കുറച്ച് ഫ്രേസസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളോട് മാച്ച് ചെയ്തിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ പോയത്തിലുള്ളത് തന്നെയാണല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ദ തീവ്സ്, അതിന് നേരെ മാച്ച് ചെയ്യേണ്ടത് ആർ ഓൺ ദ ഗാർഡൻ വാൾ. നമുക്കറിയാമല്ലേ, പോയം നമ്മൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൂട്ടുകാരെല്ലാവരും പോയി കാണണം. അപ്പോൾ ആ പോം കൂട്ടുകാർക്ക് നന്നായി മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദ ബേർഡ്സ് എന്നുള്ളത് ആർ സ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ട്രീസ് എന്നാണ്. ദ ബേർഡ് എന്നുള്ളത് മാച്ചായിട്ട് വരുന്നത് ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ എന്നാണ്. ദ ഡോഗ് എന്നുള്ളത് ഈസ് ഹൗലിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ് ആണ്. ദ ചിൽഡ്രൻ എന്നുള്ളത് സ്ലീപ്പ് ടിൽ ദ സൺറൈസസ്. അത്രയുമാണ്. ഇനി നമുക്ക് അത് വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാം. ഇത് നേരെ എഴുതിയാൽ മതി, അതാണ് സെൻറ്റൻസ് അങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ദ തീവ്സ് ആർ ഓൺ ദ ഗാർഡൻ വാൾ. ഗാർഡൻ വാളിൻ്റെ പോലെയാണ് തീവ്സിനെ അവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ദ ബേർഡ്സ് ആർ എസ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ട്രീസ്. ട്രീസിൻ്റെ ഫോക്സിൽ ബേർഡ്സ് ഒക്കെ ഉറങ്ങുകയാണ്. ദ ബാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ. വൈകുന്നേര സമയത്ത് ബാറ്റൊക്കെ ബെഡിൽ കിടക്കുകയാണ്. ദ ഡോഗ് ഈസ് ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്. വീടിൻ്റെ വാതിൽക്കൽ നിന്നിട്ട് ഡോഗ് ഹൗളിംഗ് ചെയ്യണം. ഹൗളിംഗ് മീൻസ് അലറുകയാണ്. ദ ചിൽഡ്രൻ സ്ലീപ്പ് ടിൽ ദ സൺറൈസസ്. സൂര്യൻ ഉദിക്കുന്നത് വരെയും കുട്ടികൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 3, ഹിയർ ആർ സം ബലൂൺസ്. അവിടെ കുറച്ച് ബലൂൺസ് കൊടുത്തിട്ടുണ്ട്. സം ആർ റെഡ്, സം ആർ ഗ്രീൻ. കുറച്ചൊക്കെ ഗ്രീൻ കളറാണ്, അടുത്തത് കുറച്ചൊക്കെ റെഡ് കളറാണ്. റൈമിംഗ് വേർഡ്സ് ആർ ഗിവൻ ഓൺ ദ ഗ്രീൻ ബലൂൺസ്. ഗ്രീൻ ബലൂൺസിൽ റൈമിംഗ് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ദ വേർഡ്സ് ഓൺ ദ റെഡ് ബലൂൺസ് ആർ നോട്ട് റൈം. റെഡ് ബലൂൺസിൽ കൊടുത്തിട്ടുള്ളതൊന്നും റൈമിംഗ് വേർഡ്സ് അല്ല. ആഡ് റൈമിംഗ് വേർഡ്സ് ഓൺ ദ ഗ്രീൻ ബലൂൺസ് ഫ്രം ദ പോം. നമ്മുടെ പോയത്തിൽ നിന്ന് കുറച്ച് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ച് അത് ഗ്രീൻ ബലൂൺസിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ് നമ്മളെ പോയത്തിലുള്ളത് എന്ന്. കുറച്ച് റൈമിംഗ് വേർഡ്സ് ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ എഴുതുമ്പോൾ, ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതുമ്പോൾ ആ ഒരു ഗ്രീൻ ബലൂണിൻ്റെ ഉള്ളിൽ വേണം എഴുതാൻ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ് എന്നുള്ളത്. ഹോൾ, വാൾ, ഡേ, വേ, ഐസ്, അറൈസ്, മൂൺ, ന്യൂൺ ആൻഡ് മൗസ്, ഹൗസ്. അപ്പോൾ ഇത്രയൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ അത് ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതിയെടുക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്തത് ആക്ടിവിറ്റി 4, കളക്ട് സിമിലർ നാച്ചുറൽ പോംസ്, റൈറ്റ് വൺ ഓഫ് ദം ബിലോ ആൻഡ് റിസൈറ്റ് ഇൻ ദി ക്ലാസ്. അപ്പോൾ നിങ്ങളോട് നാച്ചുറിനെ പറ്റിയിട്ടുള്ള ഒരു പോം കണ്ടുപിടിക്കാനും അത് ക്ലാസ്സിൽ റിസൈറ്റ് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 പോംസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം എഴുതിയെടുത്തിട്ട് അത് ക്ലാസ്സിൽ പോയിട്ട് പാടിയാൽ മതി കേട്ടോ.
അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ പോം ആണ് അണ്ടിൽ ഐ സോ ദ സീ എന്ന് പറയുന്നതാണ് പോമത്തിൻ്റെ ഹെഡിങ്. അടുത്തത് നമുക്ക് പോം നോക്കാം. അണ്ടിൽ ഐ സോ ദ സീ ഐ ഡിഡ് നോട്ട് നോ ദാറ്റ് വിൻഡ് could wrinkle water, so I never knew that sun could splinter a whole sea blue, nor did I know before a sea breathes in and out upon a shore. അപ്പോൾ ഇതാണ് ആദ്യത്തെ പോം. ഇത് സീനെ കുറിച്ചിട്ടുള്ള ഒരു നാച്ചുറൽ പോം ആണ്. ഇതിൽ 3 സ്റ്റാൻസസ് ആണ് വരുന്നത്. നമുക്ക് അടുത്ത പോം നോക്കാം. അടുത്തത് ഒരു സ്മോൾ പോം ആണ്. നമുക്ക് നോക്കാം. പോമത്തിൻ്റെ ഹെഡിങ് ആണ് സമ്മർ സൺഷൈൻ. The sun shines brightly in the sky, the clouds drift lazily up high, the grass is green and flowers bloom, the world feels warm and full of room, the bees buzz softly from flower to flower. അപ്പോൾ ഇതാണ് അടുത്ത പോം. ഇതൊരു സ്മോൾ സിമ്പിൾ പോം ആണ്. ഇത് സമ്മർ സൺഷൈനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ 2 പോം കൂട്ടുകാർ നന്നായി വായിച്ചു നോക്കിയിട്ട് കൂട്ടുകാർ അത് എഴുതി പോയാൽ മതി. എന്നിട്ട് റിസൈറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞത് മറക്കരുത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ നമ്മൾ ഈ പോം നന്നായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്ലോസറി, ന്യൂ വേർഡ്സും മീനിങ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഓതറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചാപ്റ്ററിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ പാർട്ട് 1 വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.